ഈ ആഴ്ച മുതൽ ആ പാരമ്പര്യത്തിൻ്റെ അഥവാ ആ പിന്തുടർച്ചയുടെ പേരിൽ നീയും നിനക്കൊപ്പമുള്ളവരും, അതെ, നിൻ്റെ ഭവനവും അറിയപ്പെടത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് നിങ്ങളിൽ നിന്ന് അറിയുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാൻ അവസരം നൽകിത്തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ആ അവസരം അതേറെ വിലയേറിയതാണ്, സന്തോഷിക്കുവാനുള്ള അവസരം. കാരണം ലോകം നമുക്ക് തരത്തില്ല എന്ന് വാശി പിടിക്കുന്നത് അതാണ്. ഒരു നിമിഷം, എന്തിന് ഒരു സെക്കൻഡ്, ഒരു ഞൊടി പോലും നീ സന്തോഷിക്കരുത്, നിൻ്റെ മുഖത്ത് ചിരി ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന, അതിനു വേണ്ടി നിൻ്റെ മുഖമൊന്ന് കറുത്ത് കാണുവാൻ, നീ സങ്കടത്തോടെ താങ്ങി തൂങ്ങിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ലോകത്തിലാണ് നിങ്ങൾ മാത്രമല്ല ഞാനുമായിരിക്കുന്നത്. പലരും വാ തുറക്കുന്നത് തന്നെ നമ്മുടെ മുഖം മാടുവാൻ വേണ്ടിയാണ്. പലരും എഴുന്നേൽക്കുന്നത് തന്നെ നമ്മൾ തലകുനിച്ച് ഇരിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ നമുക്കൊരു ദൈവമുണ്ട്. അതെ, പ്രാർത്ഥിക്കുന്ന പ്രിയ ബ്രദർ, സിസ്റ്റർ, നമുക്കൊരു ദൈവമുണ്ട്. അവൻ എഴുന്നേൽക്കുന്നത് നമ്മൾ വീണുപോയിടത്ത് നിന്ന് എഴുന്നേൽക്കുവാനാണ്. നമ്മുടെ ദൈവം കരം നീട്ടുന്നത് നമ്മുടെ മുഖത്ത് ചിരിയും സന്തോഷവും ഉണ്ടാകുവാനാണ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നും കരം നീട്ടും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കുവാനും തുടർന്ന് ചേർന്ന് പ്രാർത്ഥിക്കുവാനും കഴിയും? നിങ്ങൾ വിശ്വസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില പാരമ്പര്യങ്ങളും ചില പിന്തുടർച്ചകളും നിങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ ചില പേരുകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ മാറ്റുവാൻ പോകുന്നു. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പിന്നെയും നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുവാനും സ്തുതിക്കുവാനുമായി ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ആ ആലോചന, അതേ, വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഈ ആഴ്ചത്തെ പ്രവചന ദൂത് തന്നെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 ആണ്ട് അവിടെ ആ മനുഷ്യന് പേരില്ല. എവിടെയാണ്? ബെഥേസ്ദ എന്ന യെരൂശലേമിൻ്റെ ആട്ടുവാതിൽക്കലുള്ള കുളക്കടവിലെ മനുഷ്യന് പേരില്ല. 38 വർഷത്തെ രോഗം അവൻ്റെ പേരായി മാറി. ബ്രദർ, സിസ്റ്റർ, അല്ലേ, പേര് പലർക്കും ഇപ്പോൾ അറിയത്തില്ല, അല്ലെങ്കിൽ പേര് വിളിക്കാൻ തന്നെ പലർക്കും മടിയാണ്. നിൻ്റെ പേരിനേക്കാൾ പലരുടെയും ഉള്ളിൽ നിന്നെ കാണുമ്പോൾ വരുന്നത് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കഷ്ടതകളാണ്. കണ്ണിൽ കണ്ടാൽ, ഒന്ന് ചിരിച്ചാൽ, ഫോൺ എടുത്താൽ കടം ചോദിക്കും. കടക്കാരൻ എന്ന പേര്, അല്ലേ? വല്ലാത്ത സങ്കടമല്ലേ? സ്നേഹത്തോടെ നിന്ന് സംസാരിക്കാനായിരിക്കും അടുത്തേക്ക് പോകുന്നത്, പക്ഷെ അവരുടെ പേടിയാണ്, കടം ചോദിക്കും. ഇതിൻ്റെ പാസ്റ്റ് അതാണല്ലോ. ആ പാസ്റ്റിനെ കർത്താവ് മാറ്റുവാൻ പോകുക. കടക്കാരൻ എന്ന പേര് മാറ്റി യേശുവിൻ നാമത്തിൽ ഞാൻ ദൂത് കൈമാറട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങുക. കടക്കാരനെന്ന അഥവാ കൈനീട്ടി വാങ്ങുന്നവനെന്ന പേര് മാറ്റി കൊടുക്കുന്നവനെന്ന പേര് എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോകുക. ആ പഴയ പേര് ചില വർഷങ്ങളായി നിന്നെ പിന്തുടർന്ന, നിൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ആ പേര്, കടക്കാരനെന്ന, കടം കയറിയ ഭവനമെന്ന, കടം കയറിയ വ്യക്തിയെന്ന, കടം കയറിയ ബിസിനസ് എന്ന, കടം കയറിയ കച്ചവടക്കാരനെന്ന പേര് കർത്താവ് മാറ്റുവാൻ പോകുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ആ പേര് മാറുക. രോഗിയെന്നാണ് ഇവിടെ നോക്കൂ. 38 വർഷം കൊണ്ട് ആ മനുഷ്യൻ രോഗിയാണ്. അവിടെ ആ വീട് ഇന്ന സ്ഥലത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇന്ന രോഗം പിടിച്ച ആൾ, അതല്ലേ, ഇങ്ങനെ കണ്ണ് കണ്ടുകൂടാതെ അവിടെ അവരപ്പം ഇരിക്കത്തില്ലേ? ആ വീടാണോ? ആ കാലിന് സുഖമില്ലാത്ത ആ വീടാണോ? ആ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആ വീടാണോ? അതെ, നിന്നോടാ. ആമേൻ. ആ പേര് മാറുവാൻ പോകുക. അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഇനിയില്ല. അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഇനിയില്ല. ചില വർഷങ്ങളായി തുടർന്ന് വരുന്ന ഇவ்விധത്തിലുള്ള പരിചയപ്പെടുത്തലുകൾക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പാരമ്പര്യമായി വെളിപ്പെട്ട് പേരായി മാറിയ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക. ആമേൻ. നോക്കൂ,
ഇവൻ്റെ പേര് രോഗി. 38 വർഷം പഴക്കമുള്ള രോഗി ഇവൻ അവിടെയുണ്ട്. ഇവൻ മുഖാന്തരം ബെഥേസ്ദ എന്ന മനോഹരമായ പേരുള്ള ആ കുളക്കടവിനും ആ പേരായി. രോഗിയുള്ള 38 വർഷമായി പക്ഷപാത രോഗിയുള്ള കുളക്കടവ് വീട്ടിൻ്റെയും പേരതായി. നീ കഷ്ടപ്പെട്ട് തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പേരും അതായി. എന്തിന്? ചിലരൊക്കെ പോയ രാജ്യങ്ങളുടെ പേര് തന്നെ അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെതായി മാറി. നീ ദാരിദ്ര്യത്തിൽ നിന്ന് പോയതാ, രക്ഷപ്പെടാൻ വേണ്ടി പോയതാ. അനേകരുടെ പേരുകളെ സമ്പന്നമാക്കിയ രാജ്യങ്ങൾ നിന്റെ പേരിനാൽ ദരിദ്ര രാജ്യമായി മാറി. അവിടെ ഇപ്പം വലിയ സ്കോപ്പൊന്നുമില്ലെന്ന്. ബ്രദർ, സിസ്റ്റർ, നീ അങ്ങോട്ട് പോയതിന് ശേഷം, മാതാവേ പിതാവേ, നിൻ്റെ മക്കൾ അങ്ങോട്ട് പോയതിന് ശേഷം ആളുകൾ പറയും അവിടെ ഇപ്പം പഴയ പോലെ സ്കോപ്പൊന്നുമില്ല, അതെല്ലാം തീർന്നു. ചിലർ പരിഹാസത്തോടെ ഒരു തമാശ പോലെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ടാഗ് ലൈൻ പലതും കാണും. പക്ഷേ ഇതെല്ലാം വന്ന് കൊള്ളുന്ന ആ മുറിപ്പാട് നീറ്റലുണ്ടല്ലോ. മക്കളെ ചൊല്ലി അവരൊരുപാട് പഠിപ്പിച്ചു, പലയിടങ്ങളിലും കൊണ്ടുചെന്നെത്തിച്ചു, പക്ഷേ രക്ഷപ്പെടുന്നില്ല. ആ പഴയ പാരമ്പര്യം, ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും കരനീട്ടലിൻ്റെയും ആ പാരമ്പര്യം ഒന്നുമാകുവാൻ കഴിയാതെ നിങ്ങൾ എങ്ങനെയാണോ പദം പറഞ്ഞും പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും കാലം പൂക്കിയത്, അതേ പാരമ്പര്യത്തിൽ തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്ന ആ പിന്തുടർച്ചയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. 38 വർഷത്തെ, അമേൻ, 3 പതിറ്റാണ്ട് അല്ല 4 പതിറ്റാണ്ട്, 4 പതിറ്റാണ്ട് വെളിപ്പെട്ടു നിന്ന ഒരു പേര് മാറിപ്പോവുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, 4 പതിറ്റാണ്ട് അത് നിന്റെ പേരിലല്ല, ദൂതാണ്. മീൻസ് വർഷങ്ങളായി അത് മറ്റാരുടെയോ പേരിലാണ്. നിന്റെ പേരവിടെ ഇല്ല. കർത്താവ് നിനക്ക് ആ പേര് തിരികെ തരുവാൻ പോകുക. വിശ്വാസത്തോടെ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്ക്. യെസ്, ആമേൻ. നിന്റെ പേരിലേക്ക് മറ്റാരുടെ പേരിലായിപ്പോയ ചിലത്, അതൊരു പക്ഷേ വസ്തുവായിരിക്കാം, ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം, നിങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ട, പക്ഷേ ആരൊക്കെയോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന മട്ടിൽ ആരൊക്കെയോ അതിനുമേൽ അവകാശം പറഞ്ഞു. അത് മറ്റാരുടെയോ കയ്യിലാണ്. അത് നിങ്ങളിലേക്ക് തിരികെ വരുവാൻ പോകുക. നിൻ്റെ പേരിലേക്ക് കർത്താവ് തിരികെ തരുവാൻ പോകുക. ഓ അമേൻ. പ്രാർത്ഥിച്ചു തുടങ്ങ്. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. മറ്റാരുടെയോ പേരിലായി പോയ നന്മകൾ, മറ്റാരുടെയോ പേരിലായി പോയ ഓഹരികൾ, അവകാശങ്ങൾ, ഇവർക്ക് അർഹതപ്പെട്ടത് അങ്ങയുടെ പൊന്നു നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് തിരികെ വരട്ടെ. യെസ്, ഓ താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിച്ചു തുടങ്ങും. കർത്താവ് ദിവസങ്ങളിൽ അത് നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരിക. ചില പേരുകൾ മാറുവാൻ വേണ്ടി, വാടകക്കാരനെന്ന പേരുകൾ, അത് വല്ലാത്തൊരു പേരാണ്, വല്ലാത്തൊരവസ്ഥയുമാണ്. സീസണലായിട്ട് സങ്കടപ്പെടുത്തുന്ന, ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ബിൽഡിംഗ് ഓണർ പറയും മാറിക്കോ. ഒന്ന് സെറ്റായി വരുമ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുക. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം നിറവേറുവാൻ പോകും. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർമാനമായി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആലോചനയാണ്. ആമേൻ. വാടക വീടുകൾ മാറി, വാടക ഭവനങ്ങൾ മാറി, സ്വന്തം ഭവനങ്ങൾ, വാടക ബിൽഡിങ്ങുകൾ മാറി. ആമേൻ. ബ്രദർ, നിനക്ക് ബിസിനസ് ചെയ്യുവാൻ അറിയാത്തത് കൊണ്ടല്ല, നിൻ്റെ ബിസിനസ് മോശമായത് കൊണ്ടല്ല, നീ തുടങ്ങിയ കച്ചവടം, കട, കസ്റ്റമേഴ്സിനെ നിനക്ക് നിർത്താൻ അറിയാം. പലരും നിന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാവകാശം പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല. നീ ഒന്ന് സെറ്റായി വരുമ്പോൾ ബിൽഡിംഗ് ഓണർ പറയും മാറിക്കോ. അപ്പം നീ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് സ്വന്തമായ 2 കടമുറി ഉണ്ടായിരുന്നെങ്കിൽ, യെസ്, സ്വന്തമായ അല്പം ലാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ, സ്വന്തമായൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ. പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ വാടകക്കാരനെന്ന, ഓടി നടക്കുന്നവനെന്ന പേര് എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. യേശുവേ, അങ്ങയുടെ ശക്തിയേറിയ നാമത്താൽ ഇവർക്ക് സ്വന്തം ബിൽഡിങ്ങുകൾ ഉണ്ടാകട്ടെ, സ്വന്തം വസ്തുക്കൾ ഉണ്ടാകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ സ്വന്തം ബിൽഡിങ്ങുകളിൽ ബിസിനസ്സുകൾ ചെയ്യുവാൻ പോകുന്നു. ഓ മാൻ, നോക്കൂ, ആ 38 വർഷത്തെ പാരമ്പര്യത്തെ കർത്താവ് മാറ്റുക. അവിടെ ചില കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ആ പാരമ്പര്യം മാറാതിരിക്കുന്നതിന് ചില കാരണങ്ങൾ അവിടെ കാണുവാൻ കഴിയും.
അല്ലെങ്കിൽ ആ കുളത്തെ പ്രശസ്തമാക്കിയ ചില കാരണങ്ങൾ. ഈ രോഗി മാത്രമല്ല, മറ്റ് ചിലരും ആ കുളത്തെ പ്രശസ്തരാക്കിയിട്ടുണ്ട്. അതിലൊരാളാണ് ദൂതൻ. ഒപ്പം ഈ ദൂതനിലൂടെ സൗഖ്യം ലഭിക്കുന്നത് ആരാണ്? ആദ്യം ഇറങ്ങുന്നവൻ. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ഓടി എത്തുമ്പോൾ അവസാനമായി പോകും. നമ്മൾ അവസാനത്തെ പേരുകാരനാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാലും നമ്മളായിരിക്കും ആദ്യം തുടങ്ങുന്നത്, നമ്മളായിരിക്കും ആദ്യം സ്വപ്നം കാണുന്നത്, പക്ഷെ അവസാനം എത്തുന്നത് നമ്മളായിരിക്കും. ബ്രദർ, സിസ്റ്റർ, അതല്ലേ? നമ്മളായിരിക്കും അവസാനം എത്തുന്നത്. ലാസ്റ്റ് ബസ്സുകാർ നമ്മളാണ്. പണ്ടേ ലാസ്റ്റ് ബെഞ്ച്, ഇപ്പോൾ ലാസ്റ്റ് ബസ്സുകാരും കൂടെ. നമ്മൾ അവസാനം എത്തുന്നവരാ. നല്ലതെല്ലാം പോയി. ഇപ്പോൾ ഉള്ളത് അതാ, വലിയ സങ്കടമാണ് അതല്ലേ? ഈ രോഗിയുടെ പ്രശ്നം അതാ. ഇവൻ ആഗ്രഹമുണ്ട്, ഇവൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. രാവിലെ ദൂതൻ വരുമെന്ന് അറിയാം, കുളം കലങ്ങും, ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യമാകും, ഇതെല്ലാം അറിയാം. പക്ഷേ ഇവൻ ഇഴഞ്ഞങ്ങ് എത്തുമ്പോൾ ഇവൻ അവസാനക്കാരനാകും. മീൻസ് തലകുനിച്ച് മടങ്ങേണ്ടി വരും. അவ்விധത്തിൽ വളരെ പ്രതീക്ഷയോടെ പ്ലാൻ ചെയ്ത് പല കാര്യങ്ങളും തുടങ്ങി തലകുനിച്ച് മടങ്ങി വരുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിൻ്റെ തലകുനിയലിന്, നിൻ്റെ പരാജയപ്പെട്ടുള്ള മടക്കത്തിന്, നിൻ്റെ പകുതി വഴിയിലുള്ള അവസാനിപ്പിക്കലുകൾക്ക് അറുതി വരുത്തുവാൻ എൻ്റെ യേശു നിൻ്റെ അടുക്കലേക്ക് വരിക. യെസ്, ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഈ പ്രാർത്ഥനാ മുറിക്കകത്ത്, സ്റ്റുഡിയോയ്ക്കകത്ത് ഞാൻ ആ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ആ സാന്നിധ്യം തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഇനിയും തലകുനിഞ്ഞ് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ തുടങ്ങിയതിന്, ആ ബിസിനസ്സിന് മനോഹരമായൊരു പൂർത്തീകരണം, യെസ്, നിൻ്റെ ലക്ഷ്യപ്രാപ്തി എന്ന പൂർത്തീകരണം എൻ്റെ യേശു ഒരുക്കുവാൻ പോകുക. സിസ്റ്ററെ, ബ്രദറെ, നീ സ്വപ്നം കണ്ട് കടന്നുപോയ ആ സ്ഥാനത്ത് നീ സ്വപ്നം കണ്ടത് പ്രാപിക്കുന്ന ആ പൂർത്തീകരണം ഇനിയും മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതെ, കേൾക്ക് സഹോദരി, ഇത്തവണ വിസിറ്റിംഗ് വിസ പെർമനന്റ് വിസയായി, ജോബ് വിസയായി കൺവെർട്ട് ആകുവാൻ പോകുക. യെസ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. തൊഴിലന്വേഷണം തൊഴിലായി കൺവെർട്ട് ചെയ്യപ്പെടുവാൻ പോകുക. അമേൻ. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൂതേറ്റെടുക്കുവാനായിട്ട് കഴിയും? അമേൻ. കൺവെർട്ട് ചെയ്യപ്പെടും. അന്വേഷകനില്ല, കണ്ടെത്തിയവനായി. ആ അലച്ചിലിന് അറുതി വരുവാൻ, PR വേണ്ടിയുള്ള അലച്ചിൽ, വർക്ക് പെർമിറ്റിന് വേണ്ടിയുള്ള അലച്ചിൽ, ലൈസൻസുകൾക്ക് വേണ്ടിയുള്ള അലച്ചിൽ. യെസ്, നിന്റെ അലച്ചിലിന്, ഒരിക്കൽ കൂടി നിന്റെ അലച്ചിലിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുന്നു. ഇവൻ പാവം ആദ്യം ഇറങ്ങുന്നവനായിരിക്കും, തലേദിവസം പ്ലാൻ ചെയ്തിരിക്കും, പക്ഷേ അവസാനം എത്തുന്നത് ഇവനായിരിക്കും. പലരും ആദ്യം ഇറങ്ങുന്നുണ്ട്, അവസാനം എത്തുന്നുണ്ട്. അങ്ങനെ നിരാശപ്പെട്ടായിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരു വലിയ കൂട്ടത്തെ മുൻനിർത്തി കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ സംസാരിച്ചു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കുകയാണ്. സ്വർഗരാജ്യം മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ തേടിയിറങ്ങിയ വീട്ടുടയവനോട് സദൃശ്യം. കൃത്യസമയത്ത് മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് വന്ന ജോലിക്കാരുണ്ട്. അവരെയൊക്കെ ജോലി സ്ഥലത്ത് കൊണ്ടാക്കി ചെയ്യേണ്ട ജോലികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടുടമസ്ഥൻ വീണ്ടും കുറച്ചുകൂടെ ജോലിക്കാരെ വിളിക്കേണ്ടതിന് വേണ്ടി വഴിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങുമ്പോൾ ഏകദേശം 3-ാം മണി നേരമായി. ജോലിക്കാർ ആദ്യം പോയവർ ജോലി തുടങ്ങി. 3-ാം മണി നേരത്ത് ജോലി അന്വേഷിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ വന്നത് കിട്ടാതെ നിൽക്കുന്ന ചിലരെ ആ വീട്ടുടയവൻ കണ്ടു, ജോലിക്കായി ക്ഷണിച്ചു. അവർ സന്തോഷത്തോടെ വീട്ടുടയവൻ്റെ തോട്ടത്തിലേക്ക് പോയി അവരുടെ ജോലികൾ ആരംഭിച്ചു. വീട്ടുടയവൻ പിന്നെയും മുൻപോട്ട് നടക്കുന്നു. 6-ാം മണി നേരത്തും വീട്ടുടയവൻ ചിലരെ കാണുന്നുണ്ട്. ഒരുപക്ഷെ വളരെ പ്രതീക്ഷയോടെ ഒരു ജോലി ആവശ്യമായിരിക്കുന്നത് കൊണ്ട് വന്നു, എന്നാൽ ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ അവരാരും ജോലിക്ക് വിളിച്ചില്ല. പല പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ അവരുടെ ജോലി അത്ര പോരായിരിക്കാം, അല്ലെങ്കിൽ ഇവരെക്കാൾ നന്നായി ജോലി ചെയ്യുന്നവരെ ജോലിക്ക് ആളെടുക്കുവാൻ അന്വേഷിച്ച് വന്നവർക്ക് കിട്ടിക്കാണും. അല്ലെങ്കിൽ ഇവർക്ക് മുമ്പേ പലരും ഇവർക്ക് ലഭിക്കേണ്ട അവസരങ്ങളെ, അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ മറ്റാരിലേക്കോ എത്തിപ്പോയെന്ന് സങ്കടത്തോടെ, പ്രിയ പാസ്റ്ററെ, എനിക്ക് ലഭിക്കേണ്ട പ്രൊമോഷനാണ്, എനിക്ക് ലഭിക്കേണ്ട സ്ഥിര ജോലിയാണ്, എനിക്ക് ലഭിക്കേണ്ട നന്മയാണ്, എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹമാണ്, എനിക്ക് ലഭിക്കേണ്ട ശുശ്രൂഷയാണ്, എൻ്റെ തലമുറയ്ക്ക് ലഭിക്കേണ്ട ഭാവിയാണ്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ മുൻപേ ആരോ, അതൊരു വലിയ സങ്കടമല്ലേ? അങ്ങനെ സങ്കടപ്പെട്ട് നിന്ന് അവരെ യേശു വിളിക്കുക. താങ്ക് യു ലോർഡ്.
ബ്രദർ, സിസ്റ്റർ, യേശു വിളിക്കുക. നിനക്ക് മുമ്പേ പോയവരെ കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടണ്ട. ആമേൻ. നിന്നെ ചിലപ്പോൾ മനുഷ്യർ കാണുന്നില്ലായിരിക്കാം കേട്ടോ. നേരത്തെ വന്നവരെ കൊണ്ട് തൃപ്തരായവർ, അവരാണ് ബെറ്റർ എന്ന് പറയുന്നവർ, മക്കളെ നിങ്ങളെ കാണുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങളെ കാണുന്ന യേശുണ്ട്. യേശു അപ്പം നിങ്ങളെ വിളിക്കുക. ആമേൻ. അപ്പോൾ വീട്ടുടയവൻ അവരെയും വിളിച്ച് ജോലി കൊടുത്തു. വീണ്ടും 9 മണി നേരമായി. അവസാനം 11 മണി നേരത്തും ചിലർ അവരുടെ സങ്കടമൊന്ന് ചിന്തിച്ച് നോക്കിയേ, ജോലി നിർത്താനുള്ള സമയമായി. 12 മണിയാകുമ്പോൾ ജോലി നിർത്തുകയാണ്. അവരെന്തുകൊണ്ടായിരിക്കും തിരികെ പോകാത്തത്? ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെടുത്തി നിൽക്കുക. പോകാൻ പറ്റത്തില്ല, നിനക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ പോ. ഈ പ്രശ്നത്തിൽ ഇവിടെ എന്തിനാ തുടരുന്നേ? ഇങ്ങനെ തുടർന്നതുകൊണ്ട് നിനക്ക് എന്താ മെച്ചമുള്ള ബെനിഫിറ്റ് ഉള്ളത്? അല്ലേ സഹോദര, ആ രാജ്യത്ത് ചോദിക്കുന്നവർക്ക് അറിയത്തില്ല, വിളിക്കുന്നവർക്കും അറിയത്തില്ല. നീ ഇനി പോരെ, കയറിപ്പോര്. പക്ഷെ നിന്റെ അവസ്ഥ, നീ കരയുക. കേൾക്ക്, നിന്റെ അവസ്ഥ അറിയുന്ന തോട്ടക്കാരൻ എൻ്റെ യേശു നിന്റെ അവസ്ഥ അറിയുന്നുണ്ട് കേട്ടോ. നിനക്കൊരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല. പേടിയാ. എങ്ങനെ കടക്കാരെങ്ങനെ ഫേസ് ചെയ്യും? നാട്ടിൽ പോയ പ്രതീക്ഷയോടെ നോക്കുന്നവരോട് എന്ത് പറയും? പ്രിയപ്പെട്ടവരോട് എന്ത് പറയും? അവിടെ തുടരുന്നത് കൊണ്ടാണ് പലരും നിന്നെ കടിച്ചു കീറി കൊല്ലാതിരിക്കുന്നത്. അവർക്ക് പ്രതീക്ഷയെങ്കിലും നൽകാമെന്ന് വെച്ച് അവിടെ തുടരുകയാണ്. ഞെരുക്കത്തിൽ, ഇല്ലായ്മയിൽ, ജോലിയിൽ. സിസ്റ്റർ, നിന്നോടാ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ അവിടെ തുടരുകയാണ്. നീ തുടരുന്നു എന്നതാണ് നീ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയും വിധത്തിലാണ് നീ ഇപ്പോൾ അവിടെ തുടരുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്ത സിറ്റുവേഷനാണ്. നിൻ്റെ വരുമാന വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല. എനിക്കറിയത്തില്ല നീ എന്ത് ചെയ്യണമെന്നറിയാം. നിനക്ക് പേടിയാണ്, ചിന്തിക്കുവാൻ തന്നെ പേടിയാണ്. നാളെക്കുറിച്ച് ചിന്തിക്കുവാൻ എന്തായിത്തീരുമെന്ന് വല്ലാത്തൊരു ഭയത്തിലായിരിക്കുക. കേൾക്ക്, ആര് കാണാത്ത നിന്നെ, ഒത്തിരി പേർ തഴഞ്ഞ നിന്നെ യേശു കാണുന്നുണ്ട് കേട്ടോ. ആമേൻ. തൻ്റെ തോട്ടത്തിലേക്ക് യേശു നിന്നെ വിളിക്കുക. പ്രിയ സിസ്റ്റർ, നിനക്കറിയത്തില്ല എവിടെ പോകണമെന്ന്. നിന്റെ ജീവിതം മുഴുവൻ ഇനി ഇവിടെയാണെന്ന് നീ ഉറപ്പിച്ചതാണ്. നിന്റെ നല്ല സമയം മുഴുവൻ, നിന്റെ സന്തോഷങ്ങൾ മുഴുവൻ നീ നിന്റെ ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പോൾ ആ വീട് നിനക്ക് അന്യമാണെന്ന് പറയുമ്പോൾ, നിന്നെ അവിടെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ, നിന്നെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുമ്പോൾ, അവർക്ക് നീ ഒരു ബാധ്യതയായി മാറുമ്പോൾ ചങ്ക് കത്തുകയാണ്, ചങ്ക് പിടയ്ക്കുകയാണ്. എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണം? എവിടേക്കാണ്? ഇനി എൻ്റെ ജീവിതം എന്താണ്? കേൾക്ക്, ആ വീട്ടിൽ നിന്ന് മാറിപ്പോകുവാൻ, നിന്റെ ഭർത്താവിൻ്റെ ഭാര്യ എന്ന പേര്, സ്ഥാനം നിനക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പിരിഞ്ഞ് താമസിക്കുന്ന ചിലരെ കർത്താവ് ചേർത്ത് പണിയുവാൻ പോകുക. താങ്ക് യു. അതൊരു പാരമ്പര്യമാണ്. എൻ്റെ കുടുംബത്തിനകത്തുള്ള ഒരു പാരമ്പര്യമാണ്. ഒന്നും, എല്ലാം ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും തമ്മിലൊരു ചേർച്ചയില്ല, ഒരു സന്തോഷമില്ല, ഒരു ഐക്യതയില്ല. പിന്നെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുന്നു. എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? ആ അവസ്ഥയ്ക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോകാം, ഇങ്ങനെയൊക്കെ പോകുന്നതാണ് നല്ലത് എന്ന് നീ കരുതുന്ന, നീ ചിന്തിക്കുന്ന ആ അവസ്ഥയ്ക്ക് എൻ്റെ യേശു മാറ്റം വരുത്തുവാൻ പോകുന്നു. ആ പാരമ്പര്യത്തെ, ആ പിന്തുടർച്ചയെ എൻ്റെ യേശു മാറ്റുവാൻ പോകുന്നു. മേൻ, അതൊരു ഭയങ്കര പാരമ്പര്യമാണ് കേട്ടോ. ആമേൻ. അവസാനം 11 മണി നേരത്ത് വന്നവരും തോട്ടത്തിനകത്തെത്തി. പക്ഷേ കൂലി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ്. മോനെ ഒരുപാട് പിന്നിലായിപ്പോയി. എല്ലാവരും നേരത്തെ പരീക്ഷകൾ എഴുതി, ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, നല്ല ജോലി കിട്ടി, രക്ഷപ്പെട്ട് സെറ്റിലായി. ഞാൻ ഒരുപാട് താമസിച്ചു പോയി. നോ, കൂലി തുല്യമാണ്. എൻ്റെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം തുല്യമാണ്. കേൾക്ക്, നീ പിൻപനായിപ്പോയി, നീ ഒരുപാട് പിന്നിലായിപ്പോയി. അയ്യോ, കേൾക്ക്, കൂലി തരുന്നത് കർത്താവാ. മുൻപന്മാർ പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമായി തീരുന്ന ആ മിറക്കിൾ, ആ ദൈവികമായ പദ്ധതിയുടെ നിവർത്തീകരണം നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഒരുക്കുവാൻ പോകുന്നു. റെഡിയാണോ? പ്രാർത്ഥനയോടെ അത് പ്രാപിക്കുവാൻ. അപ്പോൾ നോക്കിയേ,
ആ പാരമ്പര്യത്തിന് അറുതിയായി. ആദ്യം ആരിറങ്ങും? അപ്പം യവനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് യേശു അവൻ്റെ അടുക്കലേക്ക് അങ്ങ് വരിക. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഇതിന് ശേഷം വായിച്ചു നോക്കുക. ആ സംഭവം അവിടെ യേശു വരിക ഇവനെ തേടി. ആ പാരമ്പര്യം അങ്ങ് മാറി. പിൻപനാകുന്ന പാരമ്പര്യം, പരാജയപ്പെട്ടു പോകുന്ന പാരമ്പര്യം, എവിടെയും ഒന്നുമാകുവാൻ കഴിയാതെ പലതിലും മത്സരിച്ച് തോറ്റുപോകുന്ന പാരമ്പര്യത്തിന് അറുതി വരുത്തുവാൻ യേശു അങ്ങ് വരിക. താങ്ക് ലോർഡ്. നന്ദി കർത്താവേ. ആമേൻ. ഏത് മേഖലയിലും പിന്തള്ളപ്പെട്ടു പോവുക, ഏത് മേഖലയിലും പരാജയപ്പെട്ടു പോവുക, ഏത് മേഖലയിലും മാറ്റി നിർത്തപ്പെടുക, ഏത് മേഖലയിലും അതേ ആ പാരമ്പര്യത്തിന് അറുതി വരുത്തുവാൻ യേശു വരിക. ആമേൻ. സ്തോത്രം. നോക്കൂ, അടുത്ത പാരമ്പര്യം ദൂതനാണ്. ദൂതൻ വരണം, കുളം കലങ്ങണം. ചിലരൊക്കെ വന്നാലേ കാര്യം നടക്കത്തുള്ളൂ. പലരുടെയും ഇപ്പോഴത്തെയും അതാണ്. അവരിടപെട്ടാലേ ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ഭർത്താവ് മാറണമെങ്കിൽ അവർ സംസാരിക്കണം. പക്ഷെ അവർ വാ തുറക്കത്തില്ല. തുറന്നതാണ് കുഴപ്പമൊന്നും, നീ അറിയാതിരിക്കുന്നതാണ് പെങ്ങളെ നിൻ്റെ കുഴപ്പം. പലരും വാ തുറക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. അതറിയാതെ പോകരുത്. നമ്മൾ വിചാരിക്കും അവർ പറഞ്ഞാൽ നല്ലത് നന്മയ്ക്കായി സംഭവിക്കും. നോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കുറവാന്നേ. നിങ്ങളുടെ ആൾക്കാർ അങ്ങനെ ആയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കൈനീട്ടിയാലേ എന്തെങ്കിലും നടക്കൂ. അവരുടെ മനസ്സലിഞ്ഞാലേ എന്തെങ്കിലും നടക്കൂ. അവരെനിക്ക് വേണ്ടി ഇറങ്ങിയാലേ, ഹയർ അതോറിറ്റി എനിക്ക് വേണ്ടി സംസാരിച്ചാലേ, അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടാലേ. നോ, ഇനി അങ്ങനെ ഒരു ഹെൽപ്പർ, അങ്ങനെ ഒരു സഹായി നിനക്ക് തേവയില്ല, നിനക്ക് ആവശ്യമില്ലെന്നേ. എൻ്റെ യേശു നിനക്ക് വേണ്ടി വരിക. ചില ഇടങ്ങളിൽ ആ ബാങ്കിൽ എൻ്റെ യേശു നിനക്ക് വേണ്ടി പോവുക. ബ്രദർ, സിസ്റ്റർ, ആ ജോലി സ്ഥലത്ത് ഹയർ ഓഫീഷ്യൽസിൻ്റെ അടുക്കൽ യേശു പോവുകയാണ്. നീ ഒരു വഴി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, നിനക്കൊരു വഴി തുറന്നു കിട്ടുവാൻ വേണ്ടി. അതേ, ആ വഴി നിനക്ക് തുറന്നു കിട്ടുവാനായി യേശു ചിലരുടെ അടുക്കൽ പോവുകയാണ്. ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കാം. യേശു നിനക്ക് ആ വഴി തുറന്നു കിട്ടുവാൻ വേണ്ടി ചിലരുടെ അടുക്കൽ പോവുകയാണ്. നിൻ്റെ ഭർത്താവ് മാറുവാൻ വേണ്ടി യേശു നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ പോവുക. നിൻ്റെ ഭാര്യ നിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി യേശു ചിലരുടെ അടുക്കൽ പോവുക. നിനക്കൊരു അഡ്രസ്സ് ഉണ്ടാകുവാൻ വേണ്ടി നിൻ്റെ തലമുറകൾക്ക് ചില വാതിലുകൾ, മനുഷ്യനും പിശാചും എന്നോ അടച്ചു കളഞ്ഞ ചില വാതിലുകൾ എന്നേക്കുമായി തുറക്കുവാൻ വേണ്ടി യേശു വരിക. ആമേൻ. സ്തോത്രം. നോക്കൂ, അവൻ്റെ പരാതി 5-ാമത്തെയും 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആരെങ്കിലും എടുത്തിറക്കിയാലേ എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതാ പ്രശ്നം. ആരെങ്കിലും എൻ്റെ കൂടെ വേണം, എന്നെ സഹായിക്കാനും എന്നെ മുൻപോട്ട് നടത്താനും. എൻ്റെ മക്കൾക്ക് ആരെങ്കിലും വേണം. യേശു ഉണ്ടെന്നേ. ഈ ആരെങ്കിലും എന്ന് പറയുന്ന പേരുകൾ വരും. ചിലരുടെ മുഖങ്ങൾ, ചിരിച്ച മുഖങ്ങൾ വരും. അത് നമ്മുടെ മുഖത്തിന് നേരെ നിൽക്കുമ്പോൾ മാത്രമാണ് ചിരിച്ചിരിക്കുന്നത്. നമ്മുടെ മുഖത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പറയണ്ട. അത് തിരിച്ചറിഞ്ഞ പ്രൈസ് ചർച്ച് കുടുംബാംഗങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആരെങ്കിലും വേണം, ആരും വേണ്ട. യേശുണ്ട്. പ്രിയ ബ്രദർ, സിസ്റ്റർ, യേശുണ്ട് നിന്നെ എടുത്തിറക്കുവാൻ. നീ കിടന്നുപോയ സ്ഥാനത്ത് അവിടെ നീ കിടന്ന് നരകിക്കാതെ, നീ വീണുപോയ സ്ഥാനത്ത് അവിടെ നീ ഇല്ലാതായി തീരാതെ, നീ തകർന്നു വീണ സ്ഥാനത്ത് അവിടെ നീ കാണാതായി പോകാതെ, നിന്നെ അവിടെ നിന്ന് എടുത്തുയർത്തുവാൻ, നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ യേശുവുണ്ട്. റെഡിയാണോ? ആ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ, ആ പ്രവൃത്തി അനുഭവിക്കുവാൻ, ലോകത്തിലേക്ക് നോക്കുന്ന നോട്ടം മാറ്റി എൻ്റെ കർത്താവിലേക്ക് നോക്കുവാൻ അവൻ നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ആമേൻ. ആ കർത്താവിന് ആ മനുഷ്യനോട് പറയുവാനൊന്നേ ഉള്ളൂ, നിൻ്റെ കിടക്ക എടുത്ത് നടക്ക. മതി, കിടന്നത് മതി. ബ്രദർ, സിസ്റ്റർ, പ്രിയ മാതാവേ, പിതാവേ, മക്കളെ, കിടന്നത് മതി. എടാ, അവിടെ കിടന്നത് മതി. പ്രിയ അമ്മയെ, അവിടെ കിടന്നത് മതി. പ്രിയ ബ്രദർ, സിസ്റ്റർ, ആ പരാജയത്തിൽ, ആ തകർച്ചയിൽ, ആ കണ്ണുനീരിൽ കിടന്നത് മതി. എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. കാലാകാലങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നീ കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പേരിനേക്കാൾ നീ കേട്ടുകൊണ്ടിരിക്കുന്ന ചില സ്ഥാനപ്പേരുകൾക്ക് ചലനമുണ്ടാകുവാൻ പോകുക. രോഗി എന്ന പേര്, രോഗിയുടെ ഭവനം എന്ന പേര്, രോഗിയുടെ ബന്ധുവെന്ന പേര് മാറുവാൻ പോകുക. കടക്കാരൻ എന്ന പേര് നിൻ്റെ കുടുംബത്തിൽ നിന്ന്
കടം കയറിയ, ദാരിദ്ര്യം കയറിയ ഭവനമെന്ന പേര് മാറുവാൻ പോകുക. ജപ്തി നോട്ടീസിലേക്ക് നോക്കി ഭയപ്പെടേണ്ട, ജപ്തി നീങ്ങിപ്പോവുക. ഓ താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കുവാൻ, പ്രാപിക്കുവാൻ ഉപവാസത്തോടെ പ്രൈസർ ഫാമിലിക്കൊപ്പം റെഡിയാണോ? നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാപിക്കുവാനും ആ പേരുകൾ മാറ്റുവാനും അവസരമുണ്ട്. ഇനി മദ്യപാനിയെന്ന് അവരെ വിളിക്കത്തില്ല, ആ പേര് മാറും. ഇനി ശാപം പിടിച്ചവനെന്ന്, വകയ്ക്ക് കൊള്ളാത്തവനെന്ന്, വകയ്ക്ക് കൊള്ളാത്തവളെന്ന്, മച്ചിയെന്ന് പറയത്തില്ല, ആ പേര് മാറും. കോൺടാക്ട് ചെയ്തോ. എങ്ങനെ ഉപവസിക്കാം, എങ്ങനെ ആ പ്രെയർ ക്രമീകരിക്കാമെന്ന് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ആ ദിവസങ്ങളിലും വചന ശുശ്രൂഷയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും ഉറ്റിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നു നോക്ക്. ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാത്മീയ ആരാധനയുടെ, പരിശുദ്ധാത്മ നിറവിലുള്ള ഒരാത്മീയ ആരാധനയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയതുപോലെ അനേകരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. എന്നാൽ കണ്ടുവച്ചോ, വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, ഉപമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പേരുകളും പേരുദോഷങ്ങളും നീണ്ട വർഷങ്ങളായി ഇവരെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. തൊഴിലന്വേഷകൻ എന്ന അവസ്ഥയ്ക്ക് മാറ്റം വരട്ടെ. ജോലിയില്ലാത്തവനെന്ന, വരുമാനമില്ലാത്തവനെന്ന, വിലയില്ലാത്ത, നിലയില്ലാത്ത അവസ്ഥയ്ക്ക് സ്വർഗമങ്ങ് മാറ്റം വരുത്തണമേ. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ജോലിക്ക് പോകുവാൻ കഴിയാതെ പലവിധമാകുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും അനുഭവിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗമങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനങ്ങളും വഴിക്ക് മാറട്ടെ. ഷുഗർ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ, BP കൺട്രോളാകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ഡിപ്രഷനുകളും ഉറക്കമില്ലായ്മകളും മാറിപ്പോകട്ടെ. മരിച്ചാൽ മതി എന്നുള്ള ചിന്തകളും വെല്ലുവിളികളും മാറിപ്പോകട്ടെ. കലഹവും കലക്കവും മാറട്ടെ. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. തൊഴിലിനും ജോലിക്കുമായി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പഠനത്തിനായി വിസകൾ വരട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ജോലിക്കായി വിസകൾ വരട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. എല്ലാ ബാധ്യതകളും മാറിപ്പോട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ജപ്തി നടപടികളെ അങ്ങയുടെ പൊന്നുനാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാന വിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, ആ പേര് മാറ്റാം. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.